ഹലോ ഗായ്സ്. അപ്പോൾ അനീഷേട്ടൻ ഫസ്റ്റ് റണ്ണറപ്പ്. നിങ്ങളാരും വിഷമിക്കേണ്ട. അദ്ദേഹം നമ്മുടെ മനസ്സിലല്ല, ജനങ്ങളുടെ മനസ്സിൽ വിജയിച്ച ആളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലാതെ വന്നവൻ, കയ്യും വീശി വന്നവൻ, 1000 ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഇഷ്ടവും സ്നേഹവും വാങ്ങിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ. ഒന്നുമില്ലാതെ വന്നതാണ്. ഇപ്പോൾ എന്നെപ്പോലെ ഞാനിപ്പോൾ ഒരു ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുമില്ലാതെ ഇല്ലേ. അപ്പോൾ എനിക്ക് ആരും ഒരു ഫാൻസ് ഇല്ല, ഒന്നുമില്ല, ആരും എന്നെ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന്, അത് പ്രത്യേകിച്ചും ഒരു സാധാരണക്കാരനായ ഏതോ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് ഇത്രമാത്രം ജനശ്രദ്ധയോടെ, അല്ലെങ്കിൽ ജനങ്ങൾ ഇത്രമാത്രം സ്നേഹിച്ചുകൊണ്ട്, ഒരു നെഗറ്റീവ് പോലും ആർക്കും ഉണ്ടാക്കാതെ, ഒരാളിനെ പോലും വ്യക്തിഹത്യ ചെയ്യാതെ, ഒരാളിൻ്റെയും പേഴ്സണൽ ലൈഫ് എടുത്തിട്ട് അലക്കാതെ, ഒരാളോട് പോലും പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കാതെ, എല്ലാവരും അവസാനം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട്, പ്രത്യേകിച്ചും ഹൗസ് മേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെയും ഒക്കെ സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നത് വളരെ വലിയ ഭാഗ്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ അതാണ് അനീഷേട്ടൻ. അപ്പോൾ അനീഷേട്ടൻ 1, 2 നമ്മൾ അത് തന്നെ പ്രതീക്ഷിച്ചോളൂ. ഞാൻ ആദ്യം മുതലേ പറയുന്നത്, എന്നെ സംബന്ധിച്ചോളം അനീഷേട്ടനും അനുമോൾക്കും ഷാനുക്കയ്ക്കും വേണ്ടി വീഡിയോ ഇട്ടിരുന്ന ഒരാളാണ്. പിന്നെ അവസാന കാലങ്ങൾ അനുമോളുടെ ഒരു ബിഹേവിയർ, ഫേക്ക് ഡ്രാമ കളിയൊന്നും നമുക്കത് ഇഷ്ടപ്പെടാഞ്ഞതും, പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് അവർ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് അനുമോളെ ഇഷ്ടമില്ലാതെ വന്നത്. അല്ലാണ്ട് നമ്മൾ ആദ്യം അനുമോൾ ജയിക്കണമെന്ന് പറഞ്ഞ് തന്നെയാണ്, അനുമോളാണ് എന്നുള്ള രീതിയാണ് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ വീഡിയോ ഇട്ടത്. പിന്നീടാണ് നമുക്ക് അനീഷേട്ടനെ ഇഷ്ടപ്പെട്ടത്. ഇവർ 3 പേരുമായിട്ടുള്ള വീഡിയോസും കോമ്പോസും മോർണിംഗ് സോങ്ങും ഒക്കെയാണ് എൻ്റെ ചാനൽ മുഴുവൻ കിടക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ജയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ PR തന്നെയാണ് ജയിച്ചത്. അനുമോൾക്ക് ഈ കപ്പ് PR കൊടുക്കുമെന്നുള്ളതാണ് എൻ്റെ സംശയം. കാരണം PR വിനു ഓൾറെഡി ഫേസ്ബുക്കിൽ 2-3 മണിക്കൂർ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 50 ദിവസം ആകുന്നതിന് മുമ്പേ പുറത്തിറങ്ങി പോകേണ്ട പെണ്ണായിരുന്നു. അവളെ അത്രമാത്രം മെൻ്റലി തകർന്നു പോയതായിരുന്നു, അല്ലെങ്കിൽ മെൻ്റലി സ്ട്രോങ് അല്ലായിരുന്നു. ഞാനാണ് അവളെ ഇത്രയും നിലനിർത്തിയത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വീഡിയോ ഫേസ്ബുക്കിൽ കിടപ്പുണ്ടായിരുന്നു. 2-3 മണിക്കൂർ, 4-5 മണിക്കൂർ മുമ്പ് ഇട്ടതാണ് കേട്ടോ. കാരണം ജയിച്ചു അല്ലെങ്കിൽ കപ്പ് കിട്ടി എന്ന് അവിടുന്ന് ലീക്കായി കഴിഞ്ഞതിന് ശേഷം ഇട്ട വീഡിയോ ആണത്. അപ്പോൾ PR വിനു ഇല്ലായിരുന്നെങ്കിൽ 50 ദിവസത്തിന് മുമ്പേ അനുമോൾ എവിക്റ്റായി പോകുമെന്നാണ് PR വിനു പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ PR വിനു ഇത് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് തട്ടാനുള്ള പരിപാടിയാണോ, അതോ ഇനി പ്രേക്ഷകർ വോട്ട് ചെയ്തില്ല, ഞാൻ വിചാരിച്ചത് കൊണ്ട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച് ഇവിടെ ജയിപ്പിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു ബ്ലാക്ക് മെയിലിങ് ചെയ്യാനാണോ എന്നൊക്കെയാണ് എൻ്റെ ഒരു സംശയം. അതെന്തോ ആയിക്കോട്ടെ, അവരെ പാടായി. എന്തായാലും നമ്മൾ ഒരാളിനെ സപ്പോർട്ട് ചെയ്തു, ഇഷ്ടപ്പെട്ടു, മാക്സിമം അയാൾക്ക് സപ്പോർട്ട് കിട്ടി, അയാൾക്ക് എല്ലാ മനുഷ്യരുടെയും ഇഷ്ടം നേടാൻ സാധിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ട് 10 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സുള്ള അനുമോളാണ് ഫസ്റ്റ് കിട്ടിയത്. വെറും 10,000-ന് താഴെ ഫോളോവേഴ്സുള്ള അനീഷാണ് ഫസ്റ്റ് റണ്ണറപ്പ്. അതാണ് നമ്മളിവിടെ നിന്ന് ആലോചിക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം ജനങ്ങൾ 11 വർഷം കൊണ്ട് സെലിബ്രിറ്റി ആയിട്ട് ഇത്രയും ആൾക്കാരെ നേടി, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ ഫോളോവേഴ്സ്, സ്നേഹമുണ്ടെന്ന് വെച്ചാൽ പകുതി നെഗറ്റീവാണ്, എന്നാൽ പോലും സ്നേഹം നേടിയെടുത്ത അനുമോൾ ഇപ്പോഴല്ലേ നെഗറ്റീവായത്. അതുപോലെ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു 10 ലക്ഷത്തിന് മേലുള്ളത്. പക്ഷെ വെറും 100 ദിവസം കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാരുടെ വെറും ഒരു 4% വോട്ടിൻ്റെ വ്യത്യാസം കണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഇത്രയും ആൾക്കാരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞെങ്കിൽ അയാൾ തന്നെയാണ് വിന്നർ. ഈ ബിഗ് ബോസ് സീസൺ 7-ലെ സീസൺ എന്ന് പറയുന്നത് കോമണർ അനീഷിൻ്റെ പേരിൽ തന്നെ ആയിരിക്കും, ഉറപ്പാണ്, 100%. നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, നമ്മുടെ ദിൽഷയുടെ ഒരു ട്രോഫി ഉണ്ട്, ദിൽഷയ്ക്ക് സീസൺ 4 കിട്ടിയത്. ഈ ദിൽഷയുടെ ട്രോഫി റോബിൻ അവകാശപ്പെട്ടതാണ്, റോബിൻ കാരണമാണ് എന്നാണ് നമ്മൾ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് ദിൽഷ ഈ ട്രോഫി അലമാരയിൽ അടച്ചു വെക്കേണ്ട അവസ്ഥയാണ്. കാരണം ദിൽഷയ്ക്ക് ഈ ട്രോഫിയും എടുത്തിട്ട് ബിഗ് ബോസ് സീസൺ വിന്നറാന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രമുള്ള രീതിയിലാണ് ഡോക്ടർ റോബിൻ്റെ പേരിലാണ് ദിൽഷയ്ക്ക് കിട്ടിയത്. കൃത്യമായിട്ടത് കറക്റ്റാണ്. കാരണം ദിൽഷ റോബിനുമായിട്ട് സ്നേഹമാണ്, ലവ് ആണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിച്ച് അത് കോംബോ ആക്കി ലാസ്റ്റ് റോബിനെ അടിച്ച് പുറത്താക്കിയ സമയത്ത് റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞ് റോബിനെ പുറത്താക്കിയ സമയത്ത്
ദിൽഷ അവിടെ ലേഡി റോബിൻ എന്ന് പറഞ്ഞിട്ട് റോബിൻ്റെ മാനറിസവും കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അങ്ങനെ പിന്നെ റോബിനും പറഞ്ഞു എല്ലാവരും ദിൽഷയ്ക്ക് വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തതനുസരിച്ച് എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാവരും പോയിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ ദിൽഷ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിൽഷയ്ക്ക് അർഹതപ്പെട്ട ഒരു കപ്പല്ല എന്ന് ഇപ്പോഴും എപ്പോഴും എന്നും ആൾക്കാർ വിചാരിക്കും. അതിന് അടുത്തത് ദിൽഷ കഴിഞ്ഞാൽ അടുത്തത് വന്നത് അഖിൽ മാരാറാണ്. അഖിൽ മാരാർ PR കൊണ്ട് ജയിച്ചതാണ് എന്നുള്ളതാണ് ഓപ്പോസിറ്റ് കണ്ടസ്റ്റിൻ്റെ ആരോപണം. അതുതന്നെയാണ് അഖിൽ മാരാറും പറയുന്നത്. അഖിൽ മാരാർ 2 ദിവസം മുമ്പ് ലൈവ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ ഫൈനലിലൊന്ന് വിളിക്കൂ, ഞാൻ ഈ ട്രോഫി അങ്ങ് തിരിച്ചു തരാം. അപ്പോൾ അതും ഒരു ബാധ്യതയായി. അപ്പോൾ ഈ 2 പേരുടെയും ട്രോഫി ബാധ്യതയായി അവർക്ക്. ദിൽഷയുടെ ഓൾറെഡി റോബിന് കാരണമാണെന്ന് പറഞ്ഞ് ദിൽഷയുടെ ട്രോഫി ദിൽഷയ്ക്ക് ബാധ്യതയായി. അഖിൽ മാരാരുടെ ട്രോഫി PR വഴി കിട്ടിയെന്ന്. ഈ PR വിനു തന്നെയാണ് അഖിൽ മാരാർക്ക് വേണ്ടിയും PR ചെയ്തത്. അപ്പോൾ അതും ഒരു ട്രോഫി അഖിൽ മാരാർക്കും ബാധ്യതയായി. ഇനി അടുത്തത് വന്നാൽ ജിൻഡോയാണ്. ജിൻഡോയുടെ ട്രോഫിയും ജിൻഡോയ്ക്ക് ബാധ്യതയാവുന്ന ലക്ഷണത്തിലാണ്. ജിൻഡോ പിന്നെ ഈ ട്രോഫി എപ്പോഴും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുമെന്ന് പേടിയാണ്. കാരണം ഈ PR വിനുവിന് എപ്പോഴും ഈ അടിച്ചുകൊണ്ട് പോക്ക് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും PR ചെയ്ത് കൊടുത്ത അവിടെയും വിനുവാണ്. ഈ അനുമോളുടെ PR എന്ന് പറയുന്ന വിനു വിജയ് തന്നെയാണ് ജിൻഡോയ്ക്കും PR ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും പേർക്ക് ഈ 2 പേർക്ക് അഖിൽ മാരാർക്കും ജിൻഡോയ്ക്കും ഓൾറെഡി PR ചെയ്ത് വിനു ജയിപ്പിച്ചു. അപ്പോൾ ട്രോഫി വിനുവിന് അവകാശപ്പെട്ടതാണ്. അവർ 2 പേരുടെയും ട്രോഫി അവർക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു ബാധ്യസ്ഥതയിലാണ് ഇരിക്കുന്നത്. ഇനി അടുത്തത് അനുമോളുടെ കാര്യം വന്നാൽ അനുമോൾ ഓൾറെഡി അകത്തും പറഞ്ഞു എനിക്ക് PR ഉണ്ട്, പെയ്ഡ് PR ഉണ്ട്, 1 ലക്ഷമാണ് കൊടുത്തതെന്ന്. അതിനുശേഷം 16 ലക്ഷം എന്ന് പിന്നെ ആരോപിച്ചിട്ടേ ഉള്ളൂ. 16 ലക്ഷം ഇവിടെ കൺഫേം ചെയ്തിട്ടില്ല, 1 ലക്ഷമാണ് കൊടുത്തതെന്ന് പറഞ്ഞു. പുറത്ത് വന്ന് BR വിനു പറഞ്ഞ് കാശ് കൊടുത്തു കഴിഞ്ഞാണ് വോട്ട് വാങ്ങിക്കുന്നത്. ഇത്ര 1000 വോട്ട് വേണമെങ്കിലും കിട്ടും, 1000, 2000, 5000, ലക്ഷം എത്ര വോട്ട് വേണമെങ്കിലും കിട്ടും. അത് കാശ് കൊടുത്തു കഴിഞ്ഞാൽ പല പല ഗ്രൂപ്പുകളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ചെക്കന്മാർ കയറി വോട്ട് ചെയ്തോളും. അപ്പോൾ അതിന് കാശ് കൊടുത്ത് പെയ്ഡ് വോട്ടാണിത്, പെയ്ഡ് വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ PR വോട്ട് കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ച PR അനുമോൾക്ക്. അപ്പോൾ അനുമോളുടെ ആ ട്രോഫി അനുമോൾക്കും ബാധ്യതയാവും. കാരണം ജനങ്ങൾ ഒരിക്കലും പകുതിയോളം ജനങ്ങൾ പോലും അംഗീകരിക്കില്ല. പകുതിയോളം ജനങ്ങൾ പോലും അനുമോൾ ജയിച്ചു അല്ല അനുമോൾ സ്വന്തമായിട്ട് കഴിവുകൊണ്ട് നേടിയ ട്രോഫിയൊന്നും അംഗീകരിക്കില്ല. അഥവാ അംഗീകരിച്ചാൽ തന്നെ PR ചെയ്ത വിനു സമ്മതിക്കില്ല. അതുകൊണ്ടാണ് PR വിനു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടത്. എനിക്ക് അതിനോട് എതിർപ്പാണ്. കാരണം അവൾ കരഞ്ഞായാലും എന്ത് ബഹളം ഉണ്ടാക്കിയാലും എങ്ങനെയായാലും അവൾ അത് നേടിയത് തന്നെയാണ്. അവൾ എത്ര ആൾക്കാർ ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്കിൽ പിന്നെ ശൈത്യയാണ് അനുമോളെ ജയിപ്പിച്ചത്. കാരണം ശൈത്യ അത്രയും പ്രശ്നങ്ങളുണ്ടാക്കി. പിന്നെ ബിൻസിയും ശൈത്യയും കൂടിയാണ് അനുമോളെ ജയിപ്പിച്ചത് തന്നെ എനിക്ക് പറയാം. അതുപോലെ തന്നെ ആദില, 3 പേരും കൂടിയാണ് അനുമോളെ ജയിപ്പിച്ചത്. റീ എൻട്രി ആൾക്കാരും ആദില റീ എൻട്രിയിലെന്ന് പറഞ്ഞാൽ ബിൻസിയും അപ്പാനിയും അതുപോലെ തന്നെ ശൈത്യ പിന്നെ ആദിലയും കൂടി ചേർന്നാണ് അനുമോളെ ജയിപ്പിച്ചത്. പക്ഷേ അത് PR വിനു സമ്മതിക്കാൻ തയ്യാറല്ല. ഇനി അതെല്ലാം ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം PR വിനു ഇവരെ എല്ലാം ഏൽപ്പിച്ച് അകത്തോട്ട് കയറ്റി വിട്ടിട്ട് ശൈത്യയോട് ഏൽപ്പിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഡ്രാമ അവിടെ ചെയ്യണമെങ്കിൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജയിപ്പിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനൊരു ക്രിമിനൽ ലോയർ ആയതുകൊണ്ട് 10-11 വർഷമായില്ലേ ഈ പണി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡ് അങ്ങനെ ആ ഒരു ക്രിമിനൽ വേയിലേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ ചിന്തയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓട്ടോറിറ്റീസ് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അനുമോൾക്ക് ഒരു ബെസ്റ്റ് കൺഗ്രാജുലേഷൻ. ഇനിയെങ്കിലും മറ്റുള്ളവർ വ്യക്തിഹത്യ ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഫേക്ക് ആയാലും എന്തുവായാലും ഒരു റിയാലിറ്റി ഷോയിലിരുന്ന് കോടിക്കണക്കിന് ജനങ്ങൾ 1.25 കോടി ജനങ്ങളൊക്കെയാണ് കണ്ടതെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പോൾ ഈ 1.25 കോടി ജനങ്ങളുടെയൊക്കെ കാണുന്ന ഒരു ഷോയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയത്. അക്ബറിനെ ആയാലും അപ്പാനി ആയാലും ബിൻസി ആയാലും ശൈത്യ ആയാലും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കുറിച്ച് മോശമായ പരാമർശങ്ങൾ നടത്തിയത് ഇത്ര വലിയൊരു ഷോയിലിരുന്നാണ്. ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. സ്ക്രിപ്റ്റ് ചെയ്തല്ല, സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പോവുകയാണ് അവർ. സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മളൊരു സ്ക്രിപ്റ്റഡ് കോമഡി പ്രോഗ്രാമോ സീരിയലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. പുറത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വലിച്ചഴിക്കാതിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം അനുമോളൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ലാത്ത വ്യക്തിയാണ്. ഒരാളടുത്ത് സോറിയും പറയത്തില്ല, ഒന്നും അംഗീകരിക്കുകയും ചെയ്യില്ല, ഒരു കാര്യവും സമ്മതിക്കത്തില്ല. എന്നുപറഞ്ഞാൽ ഞാനെന്ന ഭാവം കൂടുതലാണല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്തായാലും കപ്പ് എന്തായാലും PR വിനു പിടിച്ച് വാങ്ങിക്കാതെ അനുമോൾ നോക്കുക. കാശ് അടിച്ചു മാറ്റാൻ PR വിനു പുറകെ നടപ്പുണ്ട്. ഒരു കാശും അവന് കൊടുക്കരുത്. നീ ജയിച്ചത് വീട്ടമ്മമാർ നിനക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. നിൻ്റെ കണ്ണുനീരിൻ്റെ വിലയാണ്. നീ ഇങ്ങനെ കരഞ്ഞ് കണ്ണുനീര് ഒലിപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണുനീര് കളഞ്ഞത് കൊണ്ടാണ് നിനക്ക് ആ വോട്ട് കിട്ടിയത്. നിൻ്റെ കണ്ണുനീരിൻ്റെ പ്രയത്നമാണ് ഈ വോട്ട്, അല്ലാണ്ട് PR വിനുവിൻ്റെ പിന്നെ എന്താ പറയുക PR ജോലിക്ക് കിട്ടിയതല്ല. അപ്പോൾ എന്തായാലും അനീഷേട്ടൻ
അനീഷേട്ടനും ഇവരെല്ലാം മൂന്നുപേരെയും കൂടി കൊണ്ടുവന്ന് വളരെ നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. എപ്പോഴും അഭിമാനകരമായ മൊമെൻറ്റ്സ് ആണ്. ഷാനുക്കയുടെ ചിരിയുണ്ടോ, അയാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അയാൾ വിചാരിച്ചത് ഒന്ന് അനീഷും 2 പുള്ളിയും വരുമെന്നാണ്. പുള്ളി അത് പ്രയത്നിച്ചാൽ മതിയായിരുന്നു. പുള്ളി ആ പെങ്ങളുകുട്ടി കാർഡൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പം പുള്ളിക്ക് ഒരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. പിന്നെയും പുള്ളി മാനിപ്പുലേറ്റഡ് ആയി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ മാനിപ്പുലേഷൻ പ്രത്യേകിച്ചും റീ എൻട്രീസ് വന്നപ്പം അവരാണ് ജയിപ്പിച്ചത്. അതൊരു ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷൈത്തി ആയാലും ബിൻസി ആയാലും അപ്പാനി ആയാലും അവരെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമയുടെ ഭാഗമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അവർ നമ്മളിപ്പം മറ്റുള്ളവർ വ്യക്തിഹത്യം ചിലപ്പോൾ അവർക്ക് ഓഫർ ചെയ്ത് കാണും. PR വിനു പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങളെ തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങൾ അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ PR ഉപയോഗിച്ച് തന്നെ നിങ്ങളെല്ലാം ഞാൻ വെളുപ്പിച്ച് തരാം. കാരണം വെളുപ്പിക്കാനും കരിവാരിത്തേക്കാനും ഈ PR വിനു മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവന്മാർക്കെതിരെ എന്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു മോശമായിട്ടൊന്ന് അപ്പോഴേ ഇവൻ്റെയൊക്കെ അങ്ങേയറ്റത്തെ ഇവനെതിരെ കേസ് കൊടുക്കണം. അതിന് എന്ത് വലിയ പ്രശ്നങ്ങളുണ്ടായാലും നമ്മളെ ഏതെങ്കിലും രീതിയിൽ കരിവാരി തേക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഏതറ്റം വരെ ഇവനെയൊക്കെ അകത്തിട്ട് പൂട്ടേണ്ട അവസ്ഥയിൽ എത്തിക്കണം. എന്ത് വില കൊടുത്തും ചെയ്യണം, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഞാൻ എല്ലാവരോടും പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ളവന്മാരൊക്കെ സമൂഹത്തിന് തന്നെ പൊതുനാശമാണ്. മറ്റുള്ള സ്ത്രീകളെയൊക്കെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന, ഒരാൾക്ക് വേണ്ടി മറ്റൊരാളെ കരിവാരി തേക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള വിഷവിത്തുകളെയൊക്കെ ഒതുക്കണം. അത് ഏത് സോഷ്യൽ മീഡിയ, ഏത് യൂട്യൂബർ ആയാലും ശരി, ഏത് PRകളായാലും ശരി, അതിനുള്ള ഓപ്ഷൻസ്, അതിനുള്ള നിയമങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അനീഷേട്ടന് ഫസ്റ്റ് റണ്ണറപ്പിന് സാംസങ്ങിൻ്റെ എല്ലാ ഫോണാണ് കൊടുത്തിരിക്കുന്നത്. മൈജിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ മൈജി വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും സ്പോൺസർ ചെയ്തിട്ടുണ്ട് അനീഷേട്ടന്. എന്തായാലും അനീഷേട്ടൻ വലിയൊരു ഫെയിമായിട്ട് വലിയൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. നല്ല ഭാവി ഉണ്ടാകട്ടെ, നന്നായിട്ട് നല്ല സമാധാനവും സന്തോഷകരവുമായ ഒരു ജീവിതവും ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന് ഒരു നല്ല പെൺകുട്ടി അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത്, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. മാക്സിമം ഞാൻ എങ്ങനെയെങ്കിലും ഇൻസ്റ്റയിലൊരു വോയിസൊക്കെ മെസ്സേജൊക്കെ ഇട്ട് നോക്കാം. പറ്റുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തൃശ്ശൂർ കോടന്നൂർ പോയി ഞാൻ വീഡിയോ എടുത്ത് ഇടാം. എന്നാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഒന്ന് ഫ്രീ ആവട്ടെ. ഇപ്പോൾ ആ ഒരു ഇത്രയും 100 ദിവസം നിൽക്കുമല്ലേ, അപ്പോൾ പിന്നെ പുറത്തേക്ക് അദ്ദേഹത്തിന് കുറച്ച് സ്റ്റേജ് ഫിയർ ഉണ്ടെന്ന് തോന്നില്ല. വളരെ നന്നായിട്ടാണ് സംസാരിച്ചത് അല്ലേ, സ്റ്റേജിൽ വളരെ നന്നായിട്ട് സംസാരിച്ചു. ഒരു സ്റ്റേജ് ഫിയറും ഇല്ല, വളരെ കോൺഫിഡൻസ് ആയിരുന്നു. അനുമോൾക്കാണെങ്കിൽ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പോലും ഒരു സെൻറ്റൻസ് മര്യാദയ്ക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് വളരെ വളരെ വ്യക്തമായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ സംസാരിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനകം അദ്ദേഹത്തിനെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നോക്കാം, ഒരു വീഡിയോ ഇടാം. എന്തായാലും നാളെ ഞാൻ രാവിലെ ലൈവായിട്ട് എപ്പോഴാണ് വരാൻ പറ്റുകയെന്ന് അറിയില്ല. എന്തായാലും ലൈവിൽ വരാൻ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക, എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് ഇൻബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ്, നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും റിവ്യൂയോ ആരെങ്കിലും കുറിച്ച് സംസാരിക്കണമെങ്കിലോ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് ഇൻബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അഡ്വക്കേറ്റ് അനഘ എന്നടിച്ചാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടാണ് അഡ്വക്കേറ്റ് അനഘ. അതിനകത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്നെ കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി അഡ്വക്കേറ്റ് അനഘ എന്നടിച്ചാൽ എൻ്റെ ഫോൺ നമ്പർ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ആരാണെന്ന് കൃത്യമായിട്ട് പറയണം. കാരണം ഗൂഗിളിൽ കിടക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ, യൂട്യൂബൊന്നും ഇല്ലാത്തവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കണമെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ അത് വേറെ ആരെങ്കിലും കൊണ്ട്, അമ്മൂസിനെ കൊണ്ട് പറയിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്നോട് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ അതെല്ലാം പറയാം. അപ്പോൾ നാളെ നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം ലൈവിൽ സംസാരിക്കാം. ബൈ.